മമ്മൂട്ടി, മോഹൻലാൽ രണ്ടുപേരും മലയാള സിനിമയിലെ നെടും തൂണുകളാണ് എന്നുള്ളത് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയാം. ഏകദേശം ഒരു 4 പതിറ്റാണ്ടുകൾക്ക് മേളിലായി മലയാള സിനിമയെ താങ്ങിക്കൊണ്ടു പോകുന്ന രണ്ട് മഹത് വ്യക്തികളാണ്, മഹാ അഭിനേതാക്കളാണ് മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്നത്. ഇന്ത്യൻ സിനിമ കണ്ട അല്ലെങ്കിൽ ലോക സിനിമയിൽ തന്നെ പ്രതിഭാസങ്ങളാണ് രണ്ടുപേരും. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ കോവിഡിന് ശേഷമുള്ളൊരു കാലഘട്ടം എടുക്കുകയാണെങ്കിൽ, ഈ രണ്ടുപേരും ഒരേ തുലാസിൽ നിൽക്കുന്നവരാണോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നും കൊണ്ടല്ല, അവരുടെ സിനിമകളെ ബേസ് ചെയ്താണ് പറയുന്നത്. നമുക്കറിയാം, ഒരു കാലത്ത് ഭയങ്കര പോരാട്ടമായിരുന്നു അഭിനയത്തിൻ്റെ പേരിൽ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലെന്ന് പറയുന്നത്. പക്ഷേ ഒരു കോവിഡിന് ശേഷമുള്ള ഒരു ഇറ എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടും രണ്ട് തലങ്ങളിലേക്ക് പോയി. അതൊരു പക്ഷേ അവർ ചൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റിൻ്റെയും സിനിമകളുടെയും ബേസ് ചെയ്തിട്ടാണ് ഇത് മാറുന്നതെന്ന് പറയുന്നത്. നമുക്കറിയാം, ഫാൻ ബേസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഏറ്റവും വലിയ ഒരു ഇതാണ് മമ്മൂട്ടി ഫാൻസാണ്, മോഹൻലാൽ ഫാൻസാണ് ഭയങ്കര വലുത് എന്നുള്ളത്. പക്ഷേ അത് തിയേറ്ററുകളിൽ വരുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി കണ്ടതാണ് മോഹൻലാൽ ഫാൻസാണ് ഒരു പിടി മുൻതൂക്കം എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ സിനിമകൾക്ക് കോവിഡിന് ശേഷമുള്ള ഒരു ഇറ എടുത്ത് നോക്കുകയാണെങ്കിൽ മാറ്റത്തിന് വിധേയമാകേണ്ട കാലമുണ്ട്. അതായത് മലയാള സിനിമ മാറ്റത്തിന് വിധേയമാകപ്പെട്ട കാലമാണ് ഈ കോവിഡിന് ശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റർ നോക്കി അതിൽ അഭിനയിക്കുന്ന ആരാണ്, അല്ലെങ്കിൽ സംവിധായകൻ ആരാണ്, ഇന്ന സൂപ്പർ സ്റ്റാറാണ് എന്നൊക്കെ അറിഞ്ഞായിരുന്നു ഓഡിയൻസ് കയറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനൊരു മാറ്റം വന്നു. അതായത് നല്ല സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓഡിയൻസ് ഓട്ടോമാറ്റിക്കലി തിയേറ്ററിൽ കയറി ആ ഒരു സിനിമ ഹിറ്റാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ സംവിധായകൻ്റെ പേരോ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറിൻ്റെ പേരോ ഒന്നും പ്രസക്തമല്ല. അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഹിറ്റായ കാലഘട്ടം കൂടിയാണ് ഈ കോവിഡിന് ശേഷമുള്ളത്. അതാണ് ഞാൻ പറഞ്ഞ മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ഒരു കാലമാണ് കോവിഡിന് ശേഷമുള്ള കാലം എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റത്തിന് വിധേയമാക്കപ്പെട്ട ഒരുപാട് അഭിനേതാക്കളുണ്ട്. അതായത് ഇങ്ങനെ ഒരു ഓഡിയൻസ് ഉണ്ട്. നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് വേറൊരു തലത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് സമയത്ത് ഒരുപാട് സിനിമകൾ, പല ഭാഷകളുള്ള സിനിമകൾ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ വേറൊരു സിനിമയിൽ നിന്ന് അഡാപ്ഷൻ ചെയ്ത് കൊണ്ടുവന്നത് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഓഡിയൻസ് ഭയങ്കര ഒരു ഹൈ ആയി, അതായത് ഓഡിയൻസിൻ്റെ ഒരു ടേസ്റ്റ് മാറി. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് മാറ്റത്തിന് വിധേയമാക്കപ്പെട്ട വ്യക്തിയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം, മമ്മൂട്ടി സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ യുവ സംവിധായകരെ കൊണ്ടുവന്ന മമ്മൂട്ടി തന്നെയാണ്. അവർക്ക് അവസരം കൊടുത്ത് അവരെ കൊണ്ടുവന്ന എല്ലാം മമ്മൂട്ടി തന്നെയാണ്. അതിന് ഒരു മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗിയർ ഒന്ന് ഷിഫ്റ്റായി. കോവിഡിന് ശേഷമുള്ള സിനിമകളിൽ അങ്ങനെ യുവ സംവിധായകർക്ക് അഭിനയം കൊടുക്കുകയും ചെയ്തു. ആ ഒരു കാറ്റഗറി മാറി. പല രീതിയിലുള്ള സിനിമകളാണ് മമ്മൂട്ടി ഇവിടെ കൊണ്ടുവന്നത്. നമുക്കറിയാം, ഒരു ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നൻപകൽ നേരത്ത് മയക്കമെന്ന് പറഞ്ഞൊരു ക്ലാസിക് സിനിമയുണ്ടെങ്കിൽ, ഭീഷ്മപർവ്വം എന്ന് പറഞ്ഞൊരു ആക്ഷൻ സിനിമയുണ്ട്, റൊഷാക്ക് എന്ന് പറഞ്ഞ ഒരു ഹോളിവുഡ് ലെവലിലുള്ള വേറൊരു ടൈപ്പ് ഓഫ് സിനിമാറ്റോഗ്രഫിയുണ്ട്, കാതൽ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അങ്ങനെ കണ്ണൂർ സ്കോഡ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ജേണറിലാണ് മമ്മൂട്ടി സിനിമകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് മോഹൻലാൽ സിനിമകൾ നോക്കുകയാണെങ്കിൽ പല ജേണറിലുള്ള സിനിമകളുണ്ട്. പക്ഷേ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. നമുക്കറിയാം, മരക്കാറെന്ന് പറഞ്ഞ ബ്രഹ്മാണ്ഡ സിനിമയെന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്ന രീതിയിലുള്ള ഗംഭീരമാണ്. പക്ഷേ കഥയിലുള്ള അപര്യാപ്തത ഓഡിയൻസിനെ മടുപ്പിച്ചു. അതാണ് ആ ഒരു സിനിമയെ പരാജയപ്പെടാൻ പ്രധാന കാരണം എന്ന് പറയുന്നത്. പിന്നീടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ OTT ഇറങ്ങുന്ന സിനിമകളെല്ലാം നേരെ തിയേറ്ററിൽ ഇറക്കി. ഇപ്പോൾ മോൺസ്റ്റർ ആണെങ്കിലും എല്ലോൺ ആണെങ്കിലും അപ്പോൾ സംഭവിച്ച പരാജയം തന്നെയാണ്. എന്നാൽ ബ്രോഡാഡിയും ദൃശ്യം 2 ഒക്കെ തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമകൾ നേരെ OTT ഇറക്കി. അപ്പോൾ കണ്ടത് മോഹൻലാൽ സിനിമകളെല്ലാം പരാജയപ്പെടുന്നതാണ് കണ്ടത്. പിന്നെ അതിനുശേഷം നമ്മൾ വന്ന നേരെ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് ഒരു മാറ്റം വന്നത്. ആ ഒരു സിനിമയുടെ കഥാരീതി, മോഹൻലാലിൻ്റെ വ്യത്യസ്തമായ ഒരു അഭിനയ രീതിയും വന്നപ്പോൾ ആ ഒരു സിനിമ ഭയങ്കര വമ്പൻ ഹിറ്റായി. പിന്നീട് വന്ന മലയക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ സിനിമ നമുക്കറിയാം, ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ കോംബോയിൽ വരുന്ന സിനിമയാണ്. എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന സിനിമ കൂടിയാണ്. പക്ഷേ ആ ഒരു സിനിമയെ ഫോക്ലോർ രീതിയിലൊക്കെ വന്ന സിനിമയാണ്. സംഭവത്തിൻ്റെ മേക്കിംഗ് എല്ലാം ഗംഭീരമാണ്. പക്ഷേ എവിടെയൊക്കെ കഥയുടെ ചില അപര്യാപ്തതയും, അതിലെടുത്ത് പറയേണ്ടത് മ്യൂസിക്കിനുള്ളൊരു അഭാവമാണ്. അത്ര ഒരു മാസ് സീൻ കാണിക്കുന്ന സമയത്ത് പോലും മ്യൂസിക് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. കാറ്റ് പോലെ ഒരു മ്യൂസിക്കാണ്. അത് ആ സിനിമയെ നല്ലപോലെ ബാധിച്ചു. മലയക്കോട്ടെ വാലിബൻ ലാസ്റ്റ് മൊമെൻറ്റ് വന്നപ്പോൾ ഗംഭീരമായി, ഒരു പാർട്ട് 2ലേക്ക് വരേണ്ട രീതിയിൽ ഗംഭീരമാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു സിനിമയും പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്തില്ല. ഇത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മോഹൻലാൽ സിനിമകൾ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതേസമയത്ത് മമ്മൂട്ടി സിനിമകൾ വേറൊരു ടൈപ്പ് ഓഫ് രീതിയിൽ മുന്നോട്ട് പോവുകയും
സക്സസ് ആവുകയും ചെയ്യുന്നു, അതുപോലെ തന്നെ പ്രേക്ഷകരുടെ കൈയടി നേടുകയും ചെയ്ത് മുന്നോട്ട് പോകുന്നു. എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി സിനിമകൾ പരാജയപ്പെടുന്നില്ല എന്നാണ്. ഒരുപാട് സിനിമകൾ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. അപ്ഡേറ്റ് ആകാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. എന്ന് പറഞ്ഞ് മോഹൻലാൽ അപ്ഡേറ്റ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാൽ ഒരുപാട് അപ്ഡേഷൻസ് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് അപ്ഡേഷൻസ് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ലൈക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് കൃഷാന്ത് സിനിമയുണ്ടെന്ന് പറയുന്നുണ്ട്, അമൽ നീരദുമായിട്ട് ഒരു സിനിമയുണ്ടെന്ന് പറയുന്നുണ്ട്, അൻവർ റഷീദുമായിട്ട് ഒരു സിനിമയുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അപ്ഡേഷൻ ഇങ്ങനെ പറഞ്ഞു ഏറ്റവും അവസാനം വന്നത് അനൂപ് മേനോനായിട്ടുള്ള ഒരു സിനിമയുടെ ഉണ്ടാവും എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നെ ദൃശ്യം 3യുടെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു എൻട്രിയാണ് ഓഡിയൻസിനെ പ്രേക്ഷകരെ എല്ലാം ഒരു ഹൈപ്പാക്കിയത്. എന്നിരുന്നാലും ഈ മോഹൻലാൽ സിനിമകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇനി മുന്നോട്ട് പോകുന്ന മോഹൻലാൽ സിനിമകൾക്കും ഒരു മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കേണ്ടതല്ലേ? ഇനിയും വരാൻ പോകുന്ന സിനിമകൾ നോക്കുവാണെങ്കിൽ തുടരും. തരുൺ മൂർത്തിയുടെ സിനിമയാണ് എല്ലാവരും ഏറെ കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. കാരണം തരുൺ മൂർത്തി എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ സംവിധായകൻ കഴിവ് കളിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ എന്ന് പറയുന്നത്. അപ്പോൾ തരുൺ മൂർത്തി തന്നെ ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി, ഈ ഒരു സ്ക്രിപ്റ്റ് കൊണ്ടുവന്നപ്പോൾ മോഹൻലാലിൻ്റെ ഡൗട്ട്സൊക്കെ പറഞ്ഞു രണ്ടാമതും ഒരു മാറ്റം വന്നാണ് ഈ ഒരു കൊണ്ടുവന്നത്. അപ്പം അങ്ങനെ അത്രയ്ക്ക് ഷാർപ്പ് രീതിയിലാണ് തുടരുമെന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ ചെയ്ത് കൊണ്ടുവന്നത്. ഒരു കുടുംബ സിനിമയായിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഏറെ കാത്തിരിക്കുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നു തുടരുമെന്ന സിനിമയിലൂടെ. പക്ഷേ ഏറ്റവും കൂടുതൽ ഹൈപ്പായിട്ട് വരുന്ന സിനിമ എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയാണ്. അതായത് ആസ് എ ഫാൻ ബോയ് എന്ന നിലയിൽ പൃഥ്വിരാജ് സുകുമാരൻ മോഹൻലാലിനെ സ്റ്റാറായിട്ടും ആക്ടർ എന്ന രീതിയിലും അവതരിപ്പിച്ചിട്ടുണ്ട്. ലൂസിഫർ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ എമ്പുരാനിലും ആ ഒരു രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് നമ്മൾ കാത്തിരിക്കും. അതുപോലെ സത്യനന്ദിക്കാടിൻ്റെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ അനൂപ് സത്യൻ്റെയാണ് കഥ. നമുക്കറിയാം സത്യനന്ദിക്കാടിൻ്റെ സിനിമയാകുമ്പോൾ ലളിതമായ സിനിമയാണ്. ആ ലളിതമായ സിനിമ എങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അതുകൂടാതെ തന്നെ മോഹൻലാൽ ഈ സൗഹൃദത്തിൻ്റെ പേരിൽ പല ഭാഷകളിൽ പോയി സിനിമ ചെയ്തിട്ടുണ്ട്. ഇപ്പം വൃഷഭ എന്ന് പറയുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ അതിൻ്റെ ആ ഒരു ഗെറ്റപ്പിലൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരുമോ എന്നൊക്കെ രീതി തോന്നുന്ന രീതിയിലാണ്. പക്ഷേ അത് സിനിമ കണ്ടു കഴിയുമ്പോൾ അറിയാം ഇങ്ങനെ ഉള്ളതാണ്. അതുപോലെ തന്നെ കണ്ണപ്പ എന്ന് പറയുന്നൊരു സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ട്. കണ്ണപ്പ തന്നെയാണ് എൻ്റെ രൂപം. അപ്പോൾ എന്തായാലും റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്പ്ലിറ്റ് സെക്കൻഡുകളിൽ മോഹൻലാലിൻ്റെ ഒരു ലുക്ക് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതൊക്കെ എന്തോ ലുക്കാണ്, അല്ലെങ്കിൽ വീണ്ടും അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനൊക്കെ തലവെക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. അപ്പം മോഹൻലാൽ സിനിമകൾക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന സൗഹൃദ വലയം തന്നെയാണ്. അദ്ദേഹം സൗഹൃദത്തിൻ്റെ പേരിൽ ഒരുപാട് സിനിമകൾ വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനൊരു നോ എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ ആ ഒരു നോ പറയാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നഷ്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിക്കുന്ന സിനിമ പ്രേക്ഷകർ അദ്ദേഹത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കണം. അതായത് ഒരു സൈഡിൽ മാറിക്കൊണ്ടിരിക്കണം. കാര്യം ശരിയാണ്, ഏറ്റവും കൂടുതൽ ഫാൻസാണ്. ഇപ്പോഴും ഒരു മോഹൻലാൽ സിനിമ ഗംഭീരമായ രീതിയിൽ വരികയാണെങ്കിൽ തിയേറ്റർ ഫുൾ നിറയുകയും കൈയ്യടി നേടുകയും ചെയ്തു. പക്ഷേ കാത്തിരിക്കുന്ന അതുപോലൊരു സിനിമയ്ക്ക് വേണ്ടി എല്ലാം സത്യം പറഞ്ഞാൽ പ്രേക്ഷകരെല്ലാം മടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഈ 2000 ശേഷമുള്ള നമ്മൾ ഈ 2K കിഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു കാലഘട്ടം നോക്കി കഴിഞ്ഞാൽ എടുത്തു പറയാൻ വലിയ മോഹൻലാൽ സിനിമകൾ വളരെ പരിമിതമാണ്. പക്ഷേ മമ്മൂട്ടി സിനിമകളോ ഇഷ്ടം പോലുണ്ട്. അത് ഏത് ജനറൽ നോക്കിക്കഴിഞ്ഞാലും പല സിനിമകളാണ്. ഇപ്പം ബ്രഹ്മയുഗം പോലൊരു സിനിമ ലണ്ടൻ സ്കൂൾ ഓഫ് അക്കാഡമിയിൽ പ്രസൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് കൈയ്യടി നേടുന്ന കാര്യമാണ്. അങ്ങനെ മമ്മൂട്ടി പല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പം അതേ സമയത്ത് മോഹൻലാൽ എൻ്റെ ഒരു സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ പഴയ സിനിമകളാണ് നമ്മളെല്ലാവരും എടുത്ത് പറയുന്നത്. പുതിയ സിനിമകളില്ല. 2020 ശേഷം ഒരു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സത്യം പറഞ്ഞാൽ മോഹൻലാലിനെ എക്സ്പ്ലോർ ചെയ്ത സിനിമകൾ പഴയ കാലത്താണെങ്കിലും വളരെ പരിമിതമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ രീതി എക്സ്പ്ലോർ ചെയ്ത സിനിമകൾ കുറവാണ്. അന്ന് അതുപോലെ ലെജൻസ് റൈറ്റേഴ്സ് ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിനെ എക്സ്പ്ലോർ ചെയ്യുന്നത് ഒരു അതെന്താ പറയുക മാക്സിമം പൊട്ടൻഷ്യൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇപ്പോൾ അത്രയും ഒരു റൈറ്റേഴ്സ് ഒന്നും ഇല്ല. റൈറ്റേഴ്സ് പലവരും ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും ആ ലെജൻസ് പോലെ റൈറ്റേഴ്സ് ഇല്ല. അപ്പോൾ ഇനി സംഭവിക്കുന്നത് എന്താണ്? മാറ്റത്തിന് വിധേയമാക്കപ്പെടേണ്ടതല്ലേ മോഹൻലാൽ സിനിമകളും മോഹൻലാലിൻ്റെ സ്ക്രിപ്റ്റും എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പം മാറിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയും മാറാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ മാറാൻ പറ്റാത്ത മോഹൻലാലും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞു തരുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.